friends, എല്ലാവർക്കും SP ഫാമിലി വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു അടിപൊളി ഒരു ചിക്കൻ കറിയും പൂരിയാണ് ഇവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ വീഡിയോ കണ്ടുപോകൂ. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ കറിയാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ചട്ടി ഇവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ചട്ടിയിലാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ എണ്ണ ഇവിടെ ചൂടാവട്ടെ. ആ സമയത്ത് ഞാൻ ഒരു കാര്യം പറയാം. ആദ്യമായിട്ട് നമ്മൾ ഫാമിലിയിൽ ജോയിൻ ചെയ്തവരോടാണ് ഞാൻ പറയുന്നത്. ഞാൻ യൂഷ്വലി ഇറച്ചി ഐറ്റംസ് എല്ലാം ഞാൻ ചട്ടിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം കുറച്ചുകൂടി നല്ലൊരു ഫ്ലേവറാണ്. എണ്ണ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. ഒന്ന് ചുറ്റിച്ചു കൊടുക്കാൻ ചട്ടി, എല്ലാം സ്ഥലത്തും ഒന്ന് എണ്ണ ആവട്ടെ. അപ്പോൾ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഞാൻ ആദ്യം സവാള ഇട്ട് കൊടുക്കുകയാണ്. ഇത് 4 സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്, ചെറുതായിട്ട് അരിഞ്ഞത്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഇവിടെ കൊച്ചുള്ളി ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് 4 സവാള എടുത്തത്, മീഡിയം സൈസ്. ഉള്ളി നല്ലപോലെ ഒന്ന് വഴണ്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോഴേ ഉപ്പിട്ട് കൊടുക്കാറില്ല, ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളതാണ്. നല്ലപോലെ ഉള്ളിയുടെ ഫ്ലേവർ ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുത്താൽ മതി. നമുക്ക് നല്ല സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണ്. എല്ലാം കൂടി ഒരു 15 മിനിറ്റുള്ളിൽ നമുക്ക് ചിക്കൻ കറി റെഡിയാക്കി എടുക്കാം. അത്ര സിമ്പിളാണ്. ഇപ്പോൾ ചട്ടിയിലായതുകൊണ്ട് കുറച്ച് സമയം പിടിക്കും. നേരെ തിരിച്ച് നമ്മളിപ്പം പ്രഷർ കുക്കറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതായി കിട്ടും. പക്ഷേ ചട്ടി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത് കുക്കറിൽ വെക്കുന്നതിനെക്കാട്ടി. അപ്പോൾ ഉള്ളി ഇവിടെ പകുതി വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇഞ്ചി ചതച്ചത് ഞാൻ ഇട്ട് കൊടുക്കാൻ പോവാണ്. 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, പിന്നെ 5 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്. അപ്പോൾ വെളുത്തുള്ളി ഞാൻ ഇവിടെ ചതയ്ക്കുന്നില്ല. അത് കറിയിൽ ആവുമ്പോഴത്തേക്ക് ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് കഴിക്കുമ്പം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അരിഞ്ഞിട്ടേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചതച്ചു വിടാം, പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ ഉള്ളിയൊക്കെ ഇവിടെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല മണമാണ് ഇപ്പം. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് ഞാൻ ഇവിടെ നടു കീറി ഇട്ടിട്ടുണ്ട്. ഞാൻ കൂടുതൽ എരിവ് ഇവിടെ ചേർക്കുന്നില്ല, എന്ന് വെച്ചാൽ പൊടികളിൽ ഞാൻ പെപ്പർ ഇടുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഒരു 2 പച്ചമുളകും കൂടി ഇട്ടാൽ മതി. ഇനി ഞാൻ ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്യാൻ നല്ലപോലെ, എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ ഉപ്പിടാൻ പോകുന്നത്. ഞാൻ ഇവിടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും സൂക്ഷിച്ചിടുക. ഒരു 5 മിനിറ്റേക്ക് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ തക്കാളി അവിടെ വേവുന്ന സമയത്ത് നമുക്ക് മസാലകൾ ഒന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ ആദ്യം ഞാൻ ഇടാൻ പോകുന്നത് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ കൊറിയാൻഡർ, അതായത് മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ, പിന്നെ 4 ഏലക്ക, 4 ഗ്രാമ്പു, 1/4 ടീസ്പൂൺ ജീരകം, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് ഇതൊന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ മസാലകൾ അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മളോട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, ഇതിൻ്റെ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ. അപ്പോൾ എണ്ണയൊക്കെ ഇവിടെ നല്ലപോലെ തെളിഞ്ഞ് വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഈ സമയത്ത് നമുക്ക് ഒരു പൊട്ടേറ്റോ, ചെറിയൊരു പൊട്ടേറ്റോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇങ്ങനെ ചതുര കഷ്ണത്തിൽ അരിയുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കാം. പൊട്ടേറ്റോ ഒക്കെ നല്ലപോലെ നമ്മൾ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പീസസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഈ മസാലയിൽ നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ പീസസിനെ നമ്മൾ എല്ലാം നല്ലപോലെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു കൊടുക്കാം. ഞാൻ ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, ചിക്കനിന് തന്നെ നല്ലപോലെ വെള്ളം ഇറങ്ങും. അതിൻ്റെ ശേഷം നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം, ചൂടുവെള്ളം. അപ്പോൾ ഇത് ഞാൻ ഒന്ന് അടച്ചു കൊടുക്കുകയാണ് ഒരു 10 മിനിറ്റത്തേക്ക്. അപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇത് ചിക്കനിൽ തന്നെ ഇറങ്ങിയ വെള്ളമാണ് ഇത്രയും. അതുകൊണ്ട് നമുക്ക് ഇത്രയും ഗ്രേവി ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഗ്രേവി ഇല്ലയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ മിക്സിയിൽ അരച്ച ആ മസാലകളുടെ മുകളിലോട്ട് ഒരു 1/2 കപ്പ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള 1/2 കപ്പോ അല്ലെങ്കിൽ 1 കപ്പോ വെള്ളം കൂടി ചേർത്ത് അതൊന്ന് ഇളക്കി ഇതിലോട്ട് അങ്ങ് ഒഴിച്ച് വീണ്ടും ഒന്നൊരു തിളപ്പിച്ചങ്ങ് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം.
ഒന്ന് ഇളക്കി നമുക്കൊന്ന് ഓഫാക്കി കൊടുക്കാം. അപ്പം ഞാൻ തീ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെക്കാം. ഇത് നല്ല ഒന്ന് തണുത്തതിൻ്റെ ശേഷം നമുക്ക് കഴിക്കാൻ എടുക്കാം. അപ്പോൾ ചിക്കൻ കറി നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുകയായിരിക്കും ഞാനിപ്പോൾ എന്താ ഇവിടെ കുഴയ്ക്കുന്നതെന്ന്. ഞാൻ ചിക്കൻ കറിയുടെ ഒപ്പം പൂരിയാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ വേർഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് 1.5 കപ്പ് ആട്ടപ്പൊടിയിൽ ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇളം ചൂട് വെള്ളവും കൂടി ചേർത്താണ് ഞാനിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളിത് കുഴച്ച് നമ്മൾ ഈ ലാസ്റ്റ് ഒരു സ്റ്റേജിലാവുമ്പോഴത്തേക്ക് ഞാൻ യൂഷ്വലി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതാ. അപ്പോൾ ഇങ്ങനെ നല്ലപോലെ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. ഇതിൻ്റെ ഒപ്പം ഒരു 2 എയറൊക്കെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ നമുക്ക് സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഇവിടെ നല്ലപോലെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കൊച്ചു ബോൾ ഷേപ്പ് പൂരിക്ക് വേണ്ടിയുള്ള എത്ര നമുക്ക് സൈസ് വേണ്ട അതനുസരിച്ച് നമുക്ക് എടുത്തിട്ട് ഇതൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഇതാണ് ഞാൻ എടുക്കുന്ന ഒരു പൂരിയുടെ സൈസ്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് മൈദപ്പൊടി സർഫസിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പൂരിയുടെ ആ ബോൾ ഷേപ്പ് എടുത്ത് വെച്ചിട്ട് ഇതിനൊന്ന് ഭയങ്കര കട്ടി കുറഞ്ഞ് നമുക്ക് അതിനെ പരത്തണ്ട, ഒരു ചെറിയൊരു തിക്നെസ് വേണം. അപ്പം ഈ ഒരു സൈസിലാണ് നമ്മൾ പരത്തിയേക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു തിക്നെസ്. അപ്പോൾ എണ്ണ നമ്മളിവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പൂരി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഒന്ന് ഞെക്കി കൊടുക്കണം. അപ്പോൾ അതിങ്ങനെ പൊങ്ങി ഇങ്ങനെ വരും. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് കുറച്ചുകൂടി നല്ലപോലെ ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഓരോ സൈഡ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഭയങ്കര ബ്രൗൺ ആയി പോകും 2 സൈഡും. ഓക്കെ, ഇതിപ്പോൾ ആയിട്ടുണ്ട്. കണ്ട ബബിൾസ് ഒന്നും അത് വരുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇതായിട്ടുണ്ട് ആ സൈഡ്. അപ്പോൾ നമുക്ക് ഇനി ഇത് എടുക്കാം. അപ്പം പൂരിയും ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താ ചിക്കനിൽ നെയ്യും എല്ലാം മേളിൽ ലെയറിൽ വന്ന് നിൽപ്പുണ്ട്. ഞാൻ ഒരു പീസ് എടുത്ത് കാണിച്ചു തരാം. എന്താ ചിക്കൻ ലെഗും ഈ കറിയും ആ പൂരിയും കൂടി കൂട്ടി കഴിക്കണം. എന്താ ടേസ്റ്റാണെന്നറിയോ? അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.